ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോയുടെ കമൻറ്റുകൾ വായിക്കാൻ വേണ്ടി വന്നുള്ളതാണ് കേട്ടോ. കമൻറ്റുകൾ നല്ല രസകരമായ കമൻറ്റുകളാണ്, അതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ആ കമൻറ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ വഴിയെ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ കമൻറ്റ് ഞാൻ വായിക്കാം കേട്ടോ. നല്ല കമൻറ്റാണ്. ബോബി കുരുവിള എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അയച്ചിട്ടുള്ളത്. എനിക്ക് ഈ കുട്ടിയോട് ചിലത് പറയാനുണ്ട്, ഒറ്റ വാക്കിൽ പറയട്ടെ. ഈ ശബ്ദത്തിൻ്റെ ഉടമ ഒരു നികിഷ്ട ജീവിയാണ്, പട്ടിത്തീട്ടം പോലത്തെ ഒരു ജന്മം. ആ ജന്മം ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കുന്നതാണ് ആ ജന്മം. താങ്ക് യു. പിന്നെ മാങ്ങ കുട്ടിക്ക് കിട്ടിയില്ല അല്ലേ? മാങ്ങയാണെന്ന് മനസ്സിലായല്ലോ, എന്നിട്ടും അവരെ നാണം കെടുത്തണോ? ഒറ്റ വാക്കിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണ് കുട്ടിക്കുള്ളത് അല്ലേ? അത് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. മാങ്ങാക്കള്ളി വീഡിയോ ഓണർക്ക് കാണിച്ചു കൊടുക്കണം. ആള് മരിച്ചു പോയിട്ടോ. പിന്നെ എൻ്റെ അമ്മോ, ഇത്രയും വലിയ സംഭവം. അത് മതിൽ ചാട്ടം, ആ ഒരു ഗേറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറയില്ല, അത്രയും വലിയൊരു ഗേറ്റാണത്. പൊളിഞ്ഞിട്ടുള്ള ഗേറ്റാണ്. അതാണ്. പിന്നെന്താ, ഭയങ്കര സംഭവം തന്നെ. പിന്നെന്താണ്, എൻ്റെ പൊന്നോ എന്തൊക്കെയാ നടക്കുന്നേ ഈ കേരളത്തിൽ? എണീറ്റ് പോടി പെണ്ണേ, ഒന്നും മനസ്സിലാവാത്ത ഒരു നിഷ്കു. ഇങ്ങനെയും വിഷയ ദാരിദ്ര്യം ഉണ്ടോ? ഞങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയങ്ങൾക്ക് കുറച്ച് ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഷോർട്സ് ഇടാനായിട്ട് മാത്രം ഉണ്ടാക്കിയ ഭീകര സംഭവം. അതെ, സത്യം. മാങ്ങയല്ലേ എടുത്തുള്ളൂ, നിങ്ങളുടെ വീടൊന്നും കൊണ്ടുപോയില്ലേ? എന്തുവാടേ? വീട് കൊണ്ടുപോകാൻ, ഞങ്ങളുടെ വീടും കൊണ്ടുപോകാനുള്ള അവകാശമുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് വഴിയെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ചിരിക്കണത്. ഓ, ഭയങ്കര സംഭവം. വേറെ ഒരു പണിയുമില്ല അല്ലേ? ഞങ്ങൾക്ക് പണി ഉണ്ടായിരുന്നവരാണ്. ഞങ്ങളുടെ പണി, ഞങ്ങൾക്ക് മക്കൾ ജനിച്ചപ്പോൾ ഞങ്ങളുടെ പണി വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് പണി ഇല്ല എന്ന് പറയരുത്, പണി ഉണ്ടായിരുന്നവരാണ്. സാഹചര്യങ്ങൾ നോക്കണ്ടേ പിന്നെ, അതുകൊണ്ട് ഞങ്ങൾ ജോലി വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ECG ടെക്നീഷ്യനായിട്ട് ജോലിക്ക് പോയിരുന്നതാണ്. ഇവളാണെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് പോയിരുന്നതാണ്. കുറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ 2-3 സ്ഥലത്തേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ 3 വർഷത്തിൻ്റെ അടുത്ത് കണ്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. നീ എത്ര വർഷം ജോലി ചെയ്തുള്ളൂ? ഞാൻ 3-3.5. ആള് 3-3.5 ആയിട്ട് പല സ്ഥലത്തുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് സ്ഥലത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. 1.5 വർഷം ഒരു സ്ഥലത്തും, പിന്നെ ബാക്കിയുള്ളത് വേറൊരു സ്ഥലത്തും. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. പിന്നത്തെ അടുത്ത കമൻറ്റ് എന്താ? ഇനി ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു നെറ്റ് പ്രോബ്ലം കാരണം ഞങ്ങൾക്ക് ഓണാക്കിയിട്ടുണ്ടാവില്ല. അതൊന്നും നമുക്ക് ഇല്ല. അത് വായിച്ചു. അത് വായിച്ചു. ഇനി അടുത്ത് നോക്കാട്ടോ നമുക്ക്. എടി പെണ്ണേ, ഇതാണോ വലിയ? ഇതാണ് വായിച്ചത്. പോയാ ഒന്നും പറയണ്ട, ഒരു വിഷയവും കിട്ടിയില്ല നിനക്ക്. കഷ്ടം. വിഷയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടത്. കഷ്ടം തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. എടി പെണ്ണെ, ഇതാണോ വലിയ കാര്യം? അവ 2 മാങ്ങ പറക്കിക്കൊണ്ട് പോട്ടെ, അതൊരു വീഡിയോ ആക്കി ഇടണോ? വീഡിയോ ആക്കി ഇട്ടേക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? ആ മാങ്ങ പറക്കിയ ആൾ ആരാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ആ മാങ്ങ പറക്കിയത്. ഞാനാണ് ആ മതിൽ ചാടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇട്ടത് കേട്ടാ. ആ ഡ്രസ്സ് ഇട്ടിട്ട് വരണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇവള് ചീത്ത അറിയും. ഞാൻ എല്ലാ വീഡിയോസിലും ആ ഒരു ഡ്രസ്സ് മാത്രമേ ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഇവള് ചീത്ത അറിയുമെന്ന് വെച്ച് പേടിച്ചുകൊണ്ട് ഞാൻ അത് ഇടാണ്ടിരുന്ന കേട്ടാ. പിന്നെ പോലീസിനെ വിളിക്കോ? അത് അനുമോളുടെ കമന്റ് ആണ്. അനുമോളുടെ കമന്റ് വിളിക്കേണ്ടി വരും. അത് ഞങ്ങളുടെ അമ്മയുടെ കമന്റാണ്. പോലീസിനെ വിളിക്കേണ്ടി വരും. മാങ്ങ പറക്കുന്നു. പിന്നെന്താണ് അടുത്ത? വലിയ കുറച്ച് വലുതാണ്. നിനക്ക് നാണം ഉണ്ടോടി? കുഞ്ഞിലെ ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. ആരുമില്ലാത്ത പറമ്പുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും ഇതുപോലെ. നീ വരും. നീ വെറും പരദൂഷണക്കാരിയാണ്. നിനക്ക് മാങ്ങ പറക്കാൻ ഇത് എന്തുട്ടൊക്കെ എഴുതിക്കണ എല്ലാം കിട്ടണ്ടല്ലോ അതിലല്ലേ. നിനക്ക് നീ വെറും പരദൂഷണക്കാരിയാണ്. നിനക്ക് മാങ്ങ പറക്കാൻ വന്നതാണെന്ന് മനസ്സിലായില്ല അല്ലടി?
വീഡിയോ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായല്ലോടി ഇത്. അയ്യോ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഗൈസ്, സോറി. അത് പേരില്ലാത്ത ആളാ. അതെ, ഞങ്ങള് 51 മിനിറ്റ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ട്. അതെ, ഞങ്ങളും മാങ്ങ പറക്കാനൊക്കെ പോയിട്ടുണ്ട്. മാങ്ങ പറക്കാനും തേങ്ങ പറക്കാനും ഓലക്കുടി പറക്കാനും ഒക്കെ ഞങ്ങൾ മതിലെടുത്ത് ചാടി പോയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് കൂടുതൽ മാങ്ങയും പുളിയൊക്കെ പറക്കാൻ പോയിട്ടുള്ളത്. അവിടെ കമ്പനി പറമ്പിൽ പോയിട്ട് പുളി മാങ്ങ പറക്കിയിട്ടൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. അപ്പം അതിലൊന്നും കാര്യമൊന്നുമില്ല, എല്ലാവരും ചെയ്യും ഒക്കെ. പേരില്ല യൂസർ നെയിം. വലിയ വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ വിളിക്കുന്ന ആൾക്കാർ കുറച്ച് സംസ്കാരത്തോടു കൂടി വിളിക്കാമായിരുന്നു. എടോ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു മാന്യത ഉണ്ട്. ഇത് ഡി ഡി എന്ന് വിളിക്കുമ്പോൾ കാര്യം ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒരു ഡി വിളി കേൾക്കുമ്പോൾ അത്ര ഇഷ്ടം തോന്നണില്ല. അപ്പോൾ ഞങ്ങളുടെ കമൻറ്റുകൾ കഴിഞ്ഞു. എന്തായാലും ഇത്രയും നല്ല കമൻറ്റുകൾ ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കമൻറ്റ് ഇട്ടത്. വീഡിയോ കണ്ടതുകൊണ്ടാണല്ലോ കമൻറ്റ് ഇട്ടത്. അതിൽ ഒരുപാട് നന്ദി കേട്ടാ. പിന്നെയും കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്, വേറെ വീഡിയോസിനൊക്കെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കാണുന്നുണ്ടോ? ക്ലിയർ വിളിച്ചത് ആ ഗേറ്റിന്റെ അവസ്ഥ ശരിക്കും നിങ്ങൾ കണ്ടില്ല. ആ ഗേറ്റിന്റെ അവസ്ഥ കണ്ടില്ലല്ലോ. ഇതാണ് വീഡിയോ കേട്ടോ. അപ്പോൾ എന്നെ പട്ടിത്തീട്ടെന്ന് വിളിച്ച കുറെ ആൾക്കാരുണ്ട് ഗൈസ്. ഇതില് പട്ടിത്തീട്ടം. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒന്ന് പ്രൊഫൈലോ നോക്കിയിട്ട് അവരൊന്ന് മനസ്സിലാക്കായിരുന്നു ആരാന്നൊക്കെ. ഇത് യൂട്യൂബായ കാരണം കിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഓരോ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഞാൻ നല്ല മറുപടി അപ്പം തന്നെ അവരെ മെൻഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ യൂട്യൂബായ കാരണം പറ്റിയില്ല. പോട്ടെ അല്ലേ? അതെ, ഇത് ഞങ്ങളുടേതായിട്ടുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല. നിങ്ങൾ കമന്റ് ഇടൂ, വായിക്കാം. ഞങ്ങളെ ഇങ്ങനെ കമന്റ് ഇട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഒരു ലെവലിലേക്ക് ഒന്ന് എത്തിച്ചു തന്നാൽ മാത്രം മതി ഗൈസ്. എന്നാ ശരി. ഇവിടെ നല്ല ഇടിയും മഴയാ ഗൈസ്. നിങ്ങൾക്ക് അവിടെ ഇടിയും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ രാത്രി പോലെയാണ് അന്തരീക്ഷം. ലൈവ് ഇട്ടിട്ടുണ്ടോ നേരത്തെ? ലൈവ് ഇട്ടിട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഗൈസ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഗൈസ്. എന്നാ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.